اللهم صل على سيدنا محمد وعلى آله وأصحابه البررة الكرام. يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله فافعلوا ما أمركم الله وانتهوا ما نهاكم الله. قال الله سبحانه وتعالى في القرآن المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنزلنا من السماء ماء بقدر فأسكناه بالأرض وإنا على ذهاب به لقادرون. وأنشأنا لكم به جنات من نخيل وأعناب لكم فيها فواكه كثيرة ومنها تأكلون. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരമകാരുണ്യകനും കരുണാവാരതിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രവും പരിപാവനവുമാകുന്ന ഈ പള്ളിയിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അല്ലാഹു ഇപ്രകാരം നാം ഇവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ അപരാധങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും കാരുണ്യവാനായ റബ്ബ് അവന്റെ വിശാലമായ കരുണയുടെ പേരിൽ നാം എവർക്കും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കുവാനും അവസാനം നശ്വരവും നൈമിഷികവുമാകുന്ന ഈ ഭൗതിക ജീവിതത്തിൽ നിന്നും വിട പറയുന്ന സന്ദർഭം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് പൂർണ്ണ മുഅ്മിനായി സ്വർഗീയ അവകാശികളിൽ ഉൾപ്പെട്ട് മരണപ്പെടുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നാം ഇവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ഉൾപ്പെടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങളിലായി, പ്രതിസന്ധികളിലായി, സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ അല്ലാഹു തആല
നിർഭയത്വവും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, കഴിവിൻ്റെ പരമാവധി അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ രക്ഷയും അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അന്തരീക്ഷങ്ങളുടെ മാറ്റം വളരെയധികം ഗഹനമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിശക്തമായ വരൾച്ചയും നാടും നഗരവുമെല്ലാം വെന്തുരുകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ജലത്തുള്ളികൾ ഭൂമിയിലേക്ക് വർഷിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. നമ്മൾ വളരെയധികം പ്രതീക്ഷയിലാണ്. കാലാവസ്ഥയുടെ വ്യതിചലനങ്ങൾ അനുസരിച്ചുകൊണ്ട് ശക്തമായ ചൂട് അത് അവസാനിക്കുമ്പോൾ കാലചക്രങ്ങൾ മറിയുന്നതനുസരിച്ച്, കാലഘടനകൾ അനുസരിച്ച് കൊണ്ട് പ്രകൃതിയുടെ മാറ്റം, അടുത്ത നമ്മൾ മഴയെ പ്രതീക്ഷിക്കുകയാണ്. മുൻകാലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അധാർമികകാരികളായ സമുദായങ്ങൾ അവർ അതിരുകടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായ ചൂടുകൊണ്ടും വേനൽ കൊണ്ടും അതിശക്തമായ വെള്ളപ്പൊക്കങ്ങൾ കൊണ്ടും ജലപ്രളയങ്ങൾ കൊണ്ടുമൊക്കെ പല സമൂഹങ്ങളെയും സമുദായങ്ങളെയും പരീക്ഷിച്ച ചരിത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരച്ചു കാട്ടിത്തരുന്നുണ്ട്. നമുക്കറിയാം, ആദ സമൂദ് ഗോത്രക്കാർ അവർ അവരുടെ ശക്തിയിലും കഴിവിലുമൊക്കെ അഹങ്കരിച്ചവരായിരുന്നു. അതിശക്തമായ ഒരു ജലപ്രളയത്തിലൂടെ ആ സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ച സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ വരച്ചു കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഹദ്റത്ത് ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന സംഭവങ്ങൾ, ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമുദായത്തെ നശിപ്പിച്ച സംഭവങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുണപാഠം എന്നത് ഈ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ഈ സംഭവങ്ങളിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ വിചാരങ്ങൾ അനുസരിച്ച് കൊണ്ട് നല്ലൊരു കാലാവസ്ഥ തന്നെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ബഹുമാനികളെ, നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അതിശക്തമായ ചൂട് കാരണം ജന്തു ജീവജാലങ്ങൾ പരക്കം പായുകയാണ്. പല നാടുകളിലും അതിശക്തമായ തീക്ഷ്ണമായ ചൂട് കാരണം ജന്തു ജീവജാലങ്ങൾ ചത്തൊടുങ്ങുന്ന കൂട്ടത്തോടെയുള്ള കാഴ്ചകൾ നാം കാണുകയാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും കുടിക്കാൻ ശുദ്ധമായ ജലമില്ലാതെ മനുഷ്യ സമൂഹം നെട്ടോട്ടമോടുന്ന കാഴ്ചകൾ പല പ്രദേശങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദൃശ്യമാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർക്ക് കാണാൻ കഴിയും. മൃഗങ്ങൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അത് കുടിക്കുന്നതിന് വേണ്ടി, അത് ഭക്ഷിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന സൊമാലിയ പോലെയുള്ള, ആഫ്രിക്ക പോലെയുള്ള മറ്റ് രാജ്യങ്ങളിൽ വളരെയധികം ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ജനസമൂഹം മൃഗങ്ങൾ ഒന്ന് മൂത്രിച്ചാൽ അതെങ്കിലും കുടിച്ച് ദാഹശമനം കണ്ടെത്താൻ വേണ്ടി
നെട്ടോട്ടമോടുന്ന സമൂഹങ്ങളുടെ സംഭവങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം കാണുന്നുണ്ട്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ വേണ്ടവണ്ണം ആസ്വദിക്കുകയും എല്ലാം ചെയ്തിട്ട് അല്ലാഹുവിനെ മതിമറന്ന് നടക്കുന്ന ഒരു സമൂഹം നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു നൽകിയ സമ്പത്ത് കൊട്ടാര സമാനമായ വീടുകൾ വെച്ചു. ആ വീട്ടിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കുളിക്കാനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ചെയ്ത മനുഷ്യർ കുടിക്കാൻ ഒരു തുള്ളി ജലത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചകളും നാം കണ്ടവരാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, സഹോദരങ്ങളെ, ബഹുമാനികളെ, ലോകം ഒരു തീക്ഷണമായ വരൾച്ചയിലേക്കാണ് പോകുന്നത് എന്ന് നിരീക്ഷകന്മാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 2050 അതിതീക്ഷണമായ വരൾച്ച നേരിടുമെന്നും അങ്ങനെ ലോകത്ത് ഇനിയൊരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത് ജലസ്രോതസ്സുകൾക്ക് വേണ്ടിയായിരിക്കുമെന്ന് നിരീക്ഷകന്മാർ രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, ഇന്ന് 300-ൽ പരം സ്ഥലങ്ങൾ ജലസംഘർഷ മേഖലകളായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ലോക പ്രശസ്തമായ യൂഫ്രട്ടീസ് നദി, ആ നദിയെ സംബന്ധിച്ചുള്ള അവകാശവാദങ്ങൾ ഇറാനും ഇറാഖും സിറിയയും പോലുള്ള രാജ്യങ്ങൾ ഇന്ന് യൂഫ്രട്ടീസ് നദിയുടെ പേരിൽ, അതിൻ്റെ അവകാശത്തിൻ്റെ പേരിൽ അവർ പരസ്പരം പോർ വിളിക്കുകയാണ്, യുദ്ധമുഖത്തിലാണ്. അത് കഴിഞ്ഞാൽ നൈൽ നദി, ആ നൈൽ നദിയുടെ അവകാശവാദത്തെ സംബന്ധിച്ചും ഈജിപ്തും സുഡാനും ഇന്ന് പരസ്പര സംവാദങ്ങളിലും കൊമ്പുകോർക്കലിലും യുദ്ധത്തിന്റെ മുഖത്തിലാണ്. എന്തിനേറെ, ഭാരതത്തിൽ നമുക്കറിയാം, ഗംഗ എന്ന മഹാസമുദ്രം, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര എന്ന മഹാസമുദ്രം, ഇതിന്റെ മേൽ ഇന്ന് ഇന്ത്യയും നേപ്പാളും ബംഗ്ലാദേശുമെല്ലാം പരസ്പരം പോരുവിളിക്കുകയും ഒരു യുദ്ധമുഖത്തിലേക്കാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് കൃത്യമായി അനധിവിദൂര ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു 3ാം ലോക മഹായുദ്ധത്തെ കുറിച്ച് നിരീക്ഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഒരു 25-30 വർഷം പിന്നിടുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? രാജ്യങ്ങളുടെ വിസ്തീർണം കൂട്ടാനല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വർണ്ണക്കരികളോ പെട്രോള് സാമ്രാജ്യങ്ങളോ പിടിച്ചടക്കാനല്ല. ജലസ്രോതസ്സുകൾക്ക് വേണ്ടിയുള്ള, ഈ പുഴകൾക്കും ആറുകൾക്കും ജലസ്രോതസ്സുകൾക്കും വേണ്ടിയുള്ള ഒരു ഘോരമായ യുദ്ധമാണ് 3ാം ലോക മഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നത് എന്ന് നിരീക്ഷകന്മാര് പറയുകയാണ്. സഹോദരങ്ങളെ, ബഹുമാനികളെ, അതുകൊണ്ട് ഈ വാനലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് വർഷിപ്പിക്കുന്ന ഈ ജലത്തുള്ളികൾ, വിശുദ്ധ ഖുർആൻ അല്ലാഹു അവന്റെ വചനത്തിലൂടെ പറയുന്നു, അത് അല്ലാഹുവിന്റെ ആയാത്താണ്, ദൃഷ്ടാന്തമാണ്. വാനലോകത്തിൽ നിന്നും നിങ്ങൾക്ക് സുവിഷ്ടമായി സമൃദ്ധമായി അല്ലാഹു പെയ്യിപ്പിച്ചു തരുന്ന മഴയെക്കുറിച്ച്, ആ നിങ്ങൾ കുടിക്കുന്ന ശുദ്ധമായ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് വിശുദ്ധ ഖുർആൻ നാം ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന 23-ാമത്തെ അധ്യായമുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, എന്നിട്ട് വിശ്വാസികളുടെ ഗുണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മനുഷ്യരെ, നിങ്ങൾ കുടിക്കുന്ന, നിങ്ങൾ ഉപയോഗിക്കുന്ന ജലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വാനലോകത്തിൽ നിന്നും കാർമേഘങ്ങളിൽ നിന്നും ഭൂമിയിലേക്ക് പതിക്കുന്ന ആ മഴത്തുള്ളികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ മനുഷ്യരെ? അല്ലാഹു തന്നെ ചോദിക്കട്ടെ, അല്ലാഹു തന്നെ പറയട്ടെ:
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് ചോദിക്കുന്നു, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കൻനാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ ഫഅൻശഅനാ ലകും ബിഹി ജന്നാത്തിൻ മിൻ നഖീലിൻ വഅനാബ് ലകും ഫീഹാ ഫവാകിഹു കസീറത്തുൻ വമിൻഹാ തഅകുലൂൻ. അല്ലാഹു ചോദിക്കുകയാണ്, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ, വാനലോകത്ത് നിന്ന് ആകാശത്ത് നിന്ന് നാം മഴയെ ഭൂമിയിലേക്ക് വർഷിപ്പിക്കുന്നു. ബിഖദരിൻ ഫഅസ്കൻനാഹു ഫിൽ അർദ്, ബിഖദരിൻ അടിവരടേണ്ട ഒരു കാര്യമാണ്. ബിഖദരിൻ നിശ്ചിത അളവിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രദേശത്തും അവിടെ ജീവിക്കുന്ന മനുഷ്യർക്കും ജന്തുജീവജാലങ്ങൾക്കും ആവശ്യമായ തോതിൽ ബിഖദരിൻ നിശ്ചിത അളവിൽ നാം വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴയെ വർഷിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫഅസ്കൻനാഹു ഫിൽ അർദ്, ഭൂമിയിൽ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടുത്തു നിർത്തിയിരിക്കുന്നു. ഫഅസ്കൻനാഹു, ജലത്തെ, വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന ആ മഴവെള്ളത്തെ അല്ലാഹു ഭൂമിയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്നു, തടഞ്ഞു നിർത്തിയിരിക്കുന്നു, വറ്റിപ്പോകാതെ. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വർഷിപ്പിക്കുന്ന ജലത്തെ നാം തടഞ്ഞു നിർത്തിയിരിക്കുന്നു, സംഭരിച്ചിരിക്കുന്നു. ആ ജലത്തെ വറ്റിപ്പിച്ച് കളയുവാൻ ഞാൻ കഴിവുള്ളവനത്രേ. അല്ലാഹുവിന്റെ ഖുർആൻ. എങ്ങനെ വാനലോകത്ത് നിന്ന് ഒരു നിശ്ചിത അളവിൽ അല്ലാഹു തആല ഭൂമിയിലേക്ക് ജലത്തെ അയച്ചിട്ട് ഭൂമി വറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി അല്ലാഹു അതിനെ സംഭരിച്ചു വെച്ചിരിക്കുന്നു. ജലാശയങ്ങൾ, അല്ലെ, കിണറുകളും അരുവികളും പുഴകളും ഒക്കെ അല്ലാഹു വറ്റിച്ചു കളയാതെ നിലനിർത്തിയിരിക്കുന്നു. അത് അല്ലാഹുവിന്റെ ഒരു മഹത്തായ ദൃഷ്ടാന്തമാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, വേണമെങ്കിൽ എനിക്കതിനെ വറ്റിപ്പിച്ചു കളയുവാൻ കഴിവുള്ളവനത്രേ. فأنشأنا لكم به جنات من نخيل وأعناب, വാനലോകത്ത് നിന്ന് പെയ്യുന്ന മഴ ഭൂമിയിൽ അല്ലാഹു നിലനിർത്തി. എന്നിട്ട് നിങ്ങൾക്ക് സമൃദ്ധമായ രീതിയിൽ സസ്യലതാദികൾ വളർന്നു. അതിൽ നിന്നും നിങ്ങൾ കായ്ഫലങ്ങൾ ഉണ്ടായി. പല വ്യത്യസ്തമായ കായ്കനികൾ, മുന്തിരിത്തോപ്പുകൾ, ഈന്തപ്പനത്തോപ്പുകൾ, ഇങ്ങനെ പല തോപ്പുകളെയും അല്ലാഹു നിലനിർത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ഫവാകിഹ കസീറത്തും മിൻഹാ വമിൻഹാ തഅകുലൂൻ, നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി വ്യത്യസ്തമായ ഫലവർഗ്ഗങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചു തന്നു. അഫലാ യശ്കുറൂൻ, എന്തേ മനുഷ്യ നിങ്ങൾ നന്ദിയില്ലാതായി പോകുന്നു. അഫലാ തഅകിലൂൻ, എന്തേ മനുഷ്യ നിങ്ങൾ ചിന്തിക്കാത്തത്? അല്ലാഹു ചോദിക്കുക. അഫലാ യതഫക്കറൂൻ, എന്തേ നിങ്ങൾ ആലോചിക്കാത്തത്? മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു ചോദിക്കുന്നു, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും വൗറാൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. എന്തൊരു ചോദ്യമാണ്! ഖുൽ നബിയെ, നിങ്ങൾ ചോദിക്കൂ അവരോട്, മനുഷ്യരോട്, ചിന്തിക്കാൻ കണ്ണും കാതും മനസ്സും മസ്തിഷ്കവും നൽകിയ മനുഷ്യവർഗമേ, ആ മനുഷ്യവർഗത്തോട് ചോദിക്കു പ്രവാചകരെ, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും, നിങ്ങളുടെ ജലാശയങ്ങളെ നാം വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് ശുദ്ധമായ ജലം കൊണ്ടുവരാൻ കഴിവുള്ളവൻ ആരാണ് എന്ന് അല്ലാഹു
നമ്മളോട് ചോദിക്കുകയാണ് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ചോദിക്കുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ 50ഓളം ഭാഗത്ത് ചിന്തിക്കുന്ന മനുഷ്യരെ വിളിച്ചുകൊണ്ട് അല്ലാഹു ചോദിക്കുന്നു, നിങ്ങളുടെ ജലാശയങ്ങളെ വറ്റിച്ചു കളഞ്ഞാൽ ഏത് ഭരണകൂടത്തിനാണ്, ഏത് സാമ്പത്തിക സോഴ്സിനാണ് ഈ വെള്ളം നിങ്ങളുടെ അരുവികളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്? നിങ്ങളുടെ കിണറുകളിലേക്ക് വെള്ളം കൊണ്ടുവരാൻ ഏത് ശക്തിക്കാണ് കഴിയുന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ് സഹോദരൻ. വിശുദ്ധ ഖുർആനിൽ 50ഓളം ഭാഗങ്ങൾ. അത് വളരെ ശക്തിയായ ഭാഷയിലാണ് അല്ലാഹു ചോദിച്ചത്. നബിയെ അങ്ങ് ചോദിക്ക്, ഈ മനുഷ്യ സമൂഹത്തോട് ചോദിക്ക്. എന്നിട്ടും വീണ്ടും വാക്യയിൽ കൂടി അല്ലാഹു പറയുന്നു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നീ കുടിക്കുന്ന ജലത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു ചോദിക്കുക. വാനലോകത്തിൽ നിന്ന്, കാർമേഘത്തിൽ നിന്നും ആകാശത്തിന്റെ സീമകൾ തീറി മുറിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹമാകുന്ന ജലത്തുള്ളികൾ ഭൂമിയിലേക്ക് വർഷിപ്പിക്കുന്നു. എന്നിട്ട് നീ അതിനെ കുടിക്കുന്നില്ലേ? ദാഹിക്കുമ്പോൾ ആ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് കുടിക്കുന്ന ജലത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീയാണോ ആകാശത്തുന്ന ജലത്തുള്ളികളെ ഭൂമിയിലേക്ക് വർഷിപ്പിക്കുന്നത്, അതോ നാമാണോ? അമ്മ ചോദിക്കുക. ആരെടുത്താ ചോദിക്കുന്നത്? കണ്ണും കാതും മനസ്സും മസ്തിഷ്കവും തന്ന മനുഷ്യരോടാണ്. ചിന്തിക്ക് സഹോദരങ്ങൾ. വിശുദ്ധ ഖുർആനിൽ 50ഓളം ഭാഗത്താണ് അല്ലാഹു തആല എടുത്തെടുത്ത് ചോദിക്കുന്നത്. ചിന്തിക്കുന്നില്ലേ? എന്ത് നിങ്ങളുടെ മനസ്സുകൾ പാറയേക്കാൾ മുരടിച്ചു പോയി? അല്ലേ? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളല്ല. അല്ലേ? ചിന്തിക്കാൻ കണ്ണും കാതും മനസ്സും മസ്തിഷ്കവും നൽകിയിട്ട് അതുകൊണ്ടൊന്നും വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്താതെ ജീവിക്കുന്ന മനുഷ്യർക്കാണ് അല്ലാഹു തആല പറഞ്ഞത്, ലഖദ് ദറഅനാ ലി ജഹന്നം കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. മനുഷ്യരിൽ നിന്നും ജിന്ന് വർഗത്തിൽ നിന്നും അനവധി ആൾക്കാർക്ക് നാം നരകത്തെ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണ്? അവർക്ക് അല്ലാഹു കണ്ണു കൊടുത്തു, പക്ഷേ അവർ കാണേണ്ടതൊന്നും കാണുന്നില്ല, കേൾക്കേണ്ടതൊന്നും കേൾക്കുന്നില്ല, ചിന്തിക്കേണ്ടതൊന്നും ചിന്തിക്കുന്നില്ല. അവർ മൃഗങ്ങളെ പോലെയാണ്. അവർ മൃഗങ്ങളെ പോലെയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു മൃഗങ്ങളെ പോലെയാണ്. എന്നിട്ട് പറഞ്ഞു അല്ല, അതിനേക്കാൾ അവർ തരം താഴ്ന്നവരാണ് എന്നാണ്. എങ്ങനെ? മൃഗങ്ങളും അതിൻ്റെ ധർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. അല്ലാഹു നൽകിയ കണ്ണും കാതും ഒക്കെ അവർ അതിൻ്റെ ധർമ്മങ്ങൾ, അതിനെ അല്ലാഹു തആല ശുക്ർ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ സർവചരാചരങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. പക്ഷേ മനുഷ്യൻ ഇത്രയും ചിന്തിക്കാനുള്ള എല്ലാ കഴിവും എല്ലാ പ്രാപ്തിയും നൽകിയിട്ട് മനുഷ്യൻ താന്തോന്നികളായി ജീവിക്കുന്നു. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്നും നാം ഏവരെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, ബഹുമാനികളെ, അതുകൊണ്ട് മഴയെന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. ചെറുതായിട്ട് ചാറിയപ്പോൾ നമ്മളെല്ലാം സന്തോഷിച്ചു, ഇപ്പൊ ഇന്ന് എടുത്തിട്ടേരും, ഇപ്പൊ ഇനി പെയ്ത് കിട്ടുമെന്ന്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻഗാമികളായ സമൂഹങ്ങളെ അതിശക്തമായ വരൾച്ച കൊടുത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ എപ്പോഴെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നോ, ഈ ഭൂമിയുടെ ബാലൻസ്, അതിൻ്റെ താളാത്മകത എല്ലാം തെറ്റിപ്പോകുന്നു, അതിനൊക്കെ കാരണം മനുഷ്യൻ തന്നെയാണ്. ഭൂമിയിലും കരയിലും കടലിലും ഒക്കെ പ്രശ്നങ്ങൾക്ക് കാരണം ആരാ? മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമാണ്. അല്ലെ? മനുഷ്യന്റെ ദുരാഗ്രഹവും അത്യാഗ്രഹവും ആർത്തിയും ഒക്കെയാണ് ഈ ഭൂമിയുടെ ഈ സന്തുലിതാവസ്ഥ, ബാലൻസ് തെറ്റിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്. അധാർമികത വ്യാപിക്കുമ്പോൾ, അള്ളാഹു നൽകിയ സമ്പത്തിന്റെ കൃത്യമായ പ്രസന്റ് സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോൾ, വ്യഭിചാരം വ്യാപിക്കുമ്പോൾ,
മദ്യപാനം സാർവത്രികമാകുമ്പോൾ, ചൂതാട്ടം വ്യാപകമാകുമ്പോൾ, പലിശ വ്യാപകമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീതമായ മഴയെ തടഞ്ഞു വെക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഹദീസ. സക്കാത്തിന്റെ കൃത്യമായ പ്രസന്റ് കൊടുത്ത് വീടിയില്ലെങ്കിൽ നമ്മളുടെ സമ്പത്തൊക്കെ അത് വേണ്ടവണ്ണം പ്രയോജനപ്പെടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അധാർമികമായ കാര്യങ്ങൾ ഒരു പ്രദേശത്തുണ്ടാകുമ്പോൾ അതിനെ നമ്മൾ തടുക്കുകയെങ്കിലും ചെയ്യണം. അധാർമികപരമായ കാര്യങ്ങൾ, അനാശാസ്യമായ പരമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുമ്പോൾ ചുരുക്കം നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ കൈയുണ്ടെങ്കിലും തടുക്കുക. അല്ലെങ്കിലോ നാവ് കൊണ്ടെങ്കിലും നിങ്ങളെ തടുക്കണം. അല്ലെങ്കിൽ ആ തിന്മയിൽ നിന്നും മാറി നിൽക്കണം. ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഒരു നാട്ടിൽ, ഒരു സമൂഹത്തിൽ ഒരു തിന്മ നടക്കുമ്പോൾ നമ്മളത് കഴിയുമെങ്കിൽ അവരെ പറഞ്ഞു വിലക്കുക, അവരെ ഉപദേശിക്കുക. ഇതൊക്കെ മുഅ്മിനിന്റെ കടമയാണ്. ഇതൊക്കെ നാം ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നിഅമത്തുകൾ അള്ളാഹു തടയപ്പെടും. നൂഹ് നബി അലൈഹിസ്സലാം തന്റെ സമൂഹത്തിന്റെ അവസ്ഥ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ആ സമൂഹമെല്ലാം അധാർമികാരികളായി, താന്തോന്നികളായി ജീവിച്ചപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ടു. അപ്പോൾ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്യുന്ന വിഷയം വിശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം കേട്ടോ. മനുഷ്യരാണ് പാപങ്ങൾ സംഭവിച്ചു പോകും. പക്ഷെ ഒരിക്കലും നമ്മൾ ആ പാപങ്ങളിൽ അടിമയായി ആ പാപങ്ങൾ ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും മാറി അല്ലാഹുവേ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് തെറ്റൊക്കെ സംഭവിച്ചു കൊണ്ടുപോകട്ടെ. അതെനിക്ക് മാത്രമല്ല, നാട്ടിൽ വരെ വിപത്താണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ തടയാൻ അത് കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക. അങ്ങനെ ചെയ്താൽ അല്ലാഹു പറയുന്നു, നിങ്ങൾക്ക് ഭൂമിയിൽ നിങ്ങൾക്ക് ഒരു സമൃദ്ധമായ മഴയെ അല്ലാഹു പ്രദാനം ചെയ്യും. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ സന്താനങ്ങളിലും അല്ലാഹു അഭിവൃദ്ധി നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് മഴ ലഭിക്കാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റുള്ള തിന്മകളിൽ നിന്നും മാറി നിൽക്കുകയും റബ്ബുമായിട്ട് കൂടുതൽ അടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ അല്ലാഹു ഈ പ്രപഞ്ചത്തിന്റെ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തി തരുകയുള്ളൂ. എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുകയും തിന്മ ചെയ്യുന്ന സമൂഹത്തെ ഉപദേശിക്കുകയും ചെയ്യുക എന്നുള്ള ബാധ്യത നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിട്ട് പോയിട്ടുള്ള സർവ്വഭാവങ്ങളും കാരുണ്യവാനായ റബ്ബ് വിട്ടുപുറത്തുമാക്കു നൽകുമാറാകട്ടെ. എല്ലാവിധ വരൾച്ചയിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അത്യാപത്തുകളിൽ നിന്നും അല്ലാഹു നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുകയും നല്ലൊരു ശോഭനമായ നാടുകൾ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുകയും നമ്മളെ പോലെ ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ ശാരീരികമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങളിൽ കഴിയുന്നവരൊക്കെ അല്ലാഹു തആല അവർക്കൊക്കെ ശാന്തിയും സമാധാനവും നിർഭയത്വവും സലാമത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശിഷ്യ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലിയതിന്റെ പേരിൽ നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുകയാണ്. പലസ്തീൻ, സിറിയ, ഇറാൻ പോലെയുള്ള നാടുകളിലൊക്കെ സഹോദരങ്ങളെ, ബഹുമാനികളെ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ, ദാഹത്തിന് അല്പം ശുദ്ധം ജലം കുടിക്കാൻ കഷ്ടപ്പെടുന്ന സമുദായ അംഗങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കഴിയുകയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ സലാമത്തും നിർഭയത്വവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തൃക്കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ പാനം ചെയ്യുവാനും അനുഗ്രഹീതമായ സ്വർഗീയ ആരാമങ്ങളിൽ നബിമാർ, ശുഹദാക്കൾ, സിദ്ദീഖുകൾ, സ്വഹാബാക്കൾ, അംബിയാ, മുർസലീങ്ങൾ, ഔലിയാക്കൾ, അവരോടൊപ്പം ആ സ്വർഗീയ
ഭവനത്തിൽ ചെന്നണയാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകമായി ഒരു കാര്യം പറയാനുള്ളത്,